നമസ്കാരം, ക്യൂരിയോസിറ്റി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ലോജിക് അനലൈസർ. എന്തിനാ ലോജിക് അനലൈസർ ഉപയോഗിക്കുന്നത് ആർക്കെങ്കിലും അറിയാമോ? ലോജിക് അനലൈസർ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ പ്രൊജക്ട് വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തോ, അല്ലെങ്കിൽ ഓഡിനെ ഉപയോഗിക്കുമ്പോഴോ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ വേറെ ഒരു കൺട്രോളറിൽ നിന്ന് ഒരു ഡേറ്റ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഡേറ്റ നമുക്ക് അനലൈസ് ചെയ്യാൻ, റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഒക്കെ ചെയ്യില്ലേ, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. അതുപോലെ പ്രത്യേക ഒരു കാര്യം പറയാണ്ട്, ഇലക്ട്രോണിക് കോമ്പ് എന്ന് പറയുന്ന ഈ സൈറ്റിൽ നിങ്ങൾ ഒരു സാധനം വാങ്ങിക്കില്ല കേട്ടോ. കാരണം ഭയങ്കര മോശം സൈറ്റാണ്. ഞാൻ ഇതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ പലപ്പോഴും അത്ര വലിയ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാറില്ല ഇതിനകത്ത്. കൂടുതലും റോബോന്നും എലമെന്റ് 14 വാങ്ങിക്കാറ്. പക്ഷെ ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനം ഞാൻ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു മാസം മുമ്പ് എനിക്ക് USB-യുടെ ഒരു 5 മോഡ്യൂളും പിന്നെ ഒരു 2 OLED ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, OLED 2 വന്നു. ഇപ്പൊ ഈ മിനിഞ്ഞാന്നാ വന്നത്. വന്നിട്ട് 2 OLED വന്നു, പക്ഷെ ഒരെണ്ണം വർക്ക് ചെയ്യുള്ളൂ, ഒരെണ്ണം വർക്ക് ചെയ്യില്ല. ഒന്ന്. പിന്നെ ഞാൻ 5 ഈ 232 മോഡ്യൂൾ ഓർഡർ ചെയ്ത് USB-യുടെ, പക്ഷെ 2 വന്നുള്ളൂ. ബാക്കി 3 അവർ കട്ട് ചെയ്തു. ഞാൻ മെയിൽ അയച്ചു, ഒരു റെസ്പോൺസും ഇല്ല. അവർക്ക് ഒരു ഉത്തരവാദിത്തമില്ല. ഒരു മാസം മുന്നേ ഓർഡർ ചെയ്താന്ന് പറഞ്ഞത്. റൂബോലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ ഇപ്പം ഓർഡർ കൊടുത്ത് ചിലപ്പം പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ അയക്കും. എലമെന്റ് 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എലമെന്റ് 14-ലായിരിക്കും കുറച്ചും കൂടെ നല്ല, എന്ന് പറഞ്ഞാൽ നമ്മൾ റോബിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ടൈപ്പ് സാധനങ്ങളൊന്നും കിട്ടില്ല കേട്ടോ. ഈ ഐസികളൊക്കെ ബേസ് ചെയ്ത്, അതായത് നല്ല ഒറിജിനൽ ഐസികളായിരിക്കും എലമെന്റ് 14 കിട്ടുന്നത്. അത് ഒരു ഇവിടെ അവർക്കൊരു പെട്ടിക്കട പോലെ, ഒരു കട പോലെ ഉണ്ടെന്നേ ഉള്ളൂ. ശരിക്കും അത് ലണ്ടൻ ബേസ്ഡ് ഒരു കമ്പനിയാണ് എലമെന്റ് 14 എന്ന് പറയുന്നത്. അവരുടെ തന്നെ കുറെ അധികം ഈ സോഫ്റ്റ്വെയർ നിങ്ങൾ കയറുമ്പോൾ പല സോഫ്റ്റ്വെയറും ഒരുപോലെ ഇരിക്കുന്ന കാണാൻ പറ്റും. അതെല്ലാം ഒരൊറ്റ ഇതിനകത്ത് തന്നെ വരുന്നതാണ്. ഇപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സാധനം ഓർഡർ ചെയ്താൽ ഒരു 6 ദിവസം 7 ദിവസം കഴിഞ്ഞിട്ടൊക്കെ അവർ അയക്കുള്ളൂ. പക്ഷെ സാധനം ഉറപ്പായിട്ടും കിട്ടും. അത് മാത്രമല്ല, നല്ല സാധനമായിരിക്കും, ഒറിജിനൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ലോജിക് അനലൈസർ എന്ന് പറയുന്ന സാധനം. ഇത് വെച്ച് നമുക്ക് I2C ചെക്ക് ചെയ്യാം, SPI ചെക്ക് ചെയ്യാം, UART ചെക്ക് ചെയ്യാം. ഇതൊക്കെ ഡേറ്റ വരുന്നുണ്ടോ നമുക്കൊരു ഉറപ്പിക്കാം. ഇപ്പം നമ്മൾ I2C ഒക്കെ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഡേറ്റ അവിടെ കിട്ടുന്നുണ്ടോ, അക്നോളജ്മെന്റ് വരുന്നുണ്ടോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പം നമ്മൾ ഇത് കണക്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കാണാൻ പറ്റും, ഇത് അക്നോളജ്മെന്റ് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. നമ്മൾ അയക്കുന്ന ഡേറ്റ കറക്റ്റ് ആയിട്ട് തന്നെയാണോ പോണത്, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ലോജിക് അനലൈസർ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യമായിട്ട് നിങ്ങൾ വാങ്ങിക്കേണ്ട ഒരു ഡിവൈസ് ആണിത്. ഈ സൈറ്റിൽ നിന്ന് വാങ്ങരുത്, നല്ല സൈറ്റിൽ നിന്ന് വാങ്ങാം. ഓക്കെ. അപ്പൊ ഞാനിത് ലോജിക് അനലൈസർ വാങ്ങിച്ചിട്ട് അതിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഡെവലപ്മെന്റ് ബോർഡ്, ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച ബോർഡ് ഞാൻ ഓൾറെഡി കണക്ട് ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് ഞാൻ ഒരു I2C OLED കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് കണക്ട് ചെയ്യുമ്പോൾ SCL എന്ന് പറയുന്ന പിന്ന്, അതായത് I2Cയുടെ SCL എന്ന് പറയുന്ന പിന്ന് ഞാൻ അതായത് നമ്മുടെ D0 എന്ന് പറഞ്ഞ, അതായത് നമ്മുടെ ലോജിക് അനലൈസറിന്റെ D0 എന്ന് പറഞ്ഞ പിന്നിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. D1 എന്ന് പറഞ്ഞ പിന്നെ SDA എന്ന് പറയുന്ന സീരിയൽ ഡേറ്റ എന്ന് പറയുന്നതാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളിത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് I2C സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതാണ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ, കണ്ടോ? അതായത് ആദ്യം SDA ലൈൻ ലോ ആവും. അത് കഴിഞ്ഞിട്ട് ഇത്രയും കൂടെ ടൈം ഗ്യാപ്പ് വന്നു കഴിയുമ്പോൾ നമ്മുടെ മറ്റേ SCL ലൈൻ ലോ ആവും. അപ്പൊ ഇത് വന്നാൽ തന്നെ I2C സ്റ്റാർട്ട് ആയെന്ന് അർത്ഥം. അതുപോലെ നമ്മൾ അയക്കുന്ന ഡേറ്റ നമ്മൾ 3C എന്ന് പറയുന്ന അഡ്രസ്സിലേക്ക് അയക്കുന്നത്. നമ്മുടെ OLED-യുടെ മിക്കവാറും അഡ്രസ്സുകൾ, അതായത് SSD 1306-ന്റെ അഡ്രസ് 3C ആയിരിക്കും. ഓക്കെ, അപ്പൊ 3C അഡ്രസ് കാണിക്കും, അതിന്റെ കൂടുതൽ ACK എന്ന് കാണിക്കും. കണ്ടോ, ACK എന്ന് കാണിക്കുന്നത്. ഇവിടെ അക്നോളജ്മെന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ NCK എന്ന് കാണിക്കും, അതായത് അക്നോളജ്മെന്റ് കിട്ടുന്നില്ല. അപ്പം ഒന്നുകിൽ അക്നോളജ്മെന്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ OLED കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെ വയറിന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് കുറച്ചുകൂടി നീക്കി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ ഡാറ്റ ഇങ്ങനെ കാണാൻ പറ്റും. അതായത് കണ്ടോ, 0x കൺട്രോൾ ബൈറ്റ് ആണ് 0x00. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഡേറ്റ ബൈറ്റ് അയച്ചേക്കുന്നു 0xB0 പ്ലസ് ACK വരുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ അതായത് ഓരോ ഡേറ്റ അയക്കുമ്പോൾ ACK വരുന്നുണ്ട്. ACK അത് എടുക്കുന്നതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. 210X21 പ്ലസ് ACK ഉണ്ട്, 42 ഉണ്ട്, ACK ഉണ്ട്, 7F ACK ഉണ്ട്.
കണ്ടോ, ഇത് I2C ഒരു ഡേറ്റയാണ്. ഓൾറെഡി ഞാനിപ്പം എടുത്തിട്ട് ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് താഴെ ഈ റൈറ്റ് സൈഡിൽ കാണിക്കുന്നുണ്ടോ. ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതായത് നമുക്കിപ്പം ഇവിടെ അനലൈസർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ, അനലൈസർ. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് I2C വേണോ, SPI വേണോ, CAN വേണോ, കണ്ടോ, HDMI വേണോ, ഏതാണോ നമുക്ക് കാണേണ്ടത് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഡേറ്റ ഫ്രെയിം ഈ സോഫ്റ്റ്വെയർ അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ കാണിക്കും. കണ്ടോ, 7F എന്ന് കാണിക്കും. ഇതിപ്പോ നമുക്ക് 7F എന്ന് കാണണ്ട, നമുക്ക് ഇപ്പോ എന്താണ് ബൈനറിയിൽ കാണണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ബൈനറി എന്ന് കൊടുത്താൽ കണ്ടോ കറക്റ്റ് ആയിട്ട് ബൈനറി കാണിക്കുന്നതാണ്. നമ്മൾ അയച്ച ഡേറ്റ അതുപോലെ തന്നെ കാണിക്കും. ഓക്കെ ഓക്കെ അപ്പൊ ഞാനിപ്പോ I2C ആയിരുന്നു കാണിച്ചത്. ഇനി ഞാൻ SPIയുടെ ഞാനൊരു ENC28J60 എന്ന് പറയേണ്ട ഒരു നമ്മുടെ എതർനെറ്റ് മോഡ്യൂൾ ഒരെണ്ണം കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് എങ്ങനെയാണ്, അതിന്റെ ഡേറ്റ എങ്ങനെ ഇരിക്കുന്നത് ഒന്ന് കണ്ടാലോ. ഓക്കെ, നമുക്കിത് മിനിമൈസ് ചെയ്യാം. MB ലാബ് തന്നെ എടുക്കാം. ഓക്കെ, ഞാൻ മെയിൻ പ്രോജക്റ്റ് ആക്കുന്നു. ക്ലോസ് ചെയ്ത് കളഞ്ഞേക്കാം, നമുക്ക് ആവശ്യമില്ലല്ലോ. ഓക്കെ, ഇനി അത് അപ്ലോഡ് ചെയ്യണേ. ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ബിൽഡ് സക്സസ്ഫുൾ കാണിച്ചിട്ടുണ്ട്. കണക്റ്റിംഗ് പ്രോഗ്രാമർ. ഓക്കെ, പ്രോഗ്രാമർ കുഡ് നോട്ട് ബി സ്റ്റാർട്ടഡ്, ഫെയിൽഡ് ടു പ്രോഗ്രാം ദ ടാർഗറ്റ് ഡിവൈസ്. അതുകൊണ്ട് കൊടുത്താൽ മതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വേറൊരു പ്രോഗ്രാമിലല്ല, അതായത് നമ്മൾ നേരത്തെ ഈ PIC 18F 24K40 27K40 എന്ന് പറയുന്ന പ്രോഗ്രാമിലാണ് കിടന്നിരുന്നത്. നമ്മൾ പ്രോഗ്രാം മാറ്റുമ്പോൾ ചെറിയൊരു എറർ വരുന്നതാണ്. ഒന്നുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ റെഡി ആയിക്കോളും. പിന്നെയും അങ്ങനെ തന്നെ വരുന്നതാണ്. PIC ടൂള് ഞാൻ റീകണക്ട് ചെയ്യണേ. ഓക്കെ, PIC കണക്റ്റഡ്. ഓക്കെ, ടാർഗറ്റ് വോൾട്ടേജ് ഡിറ്റക്റ്റഡ്. ഓക്കെ, ഇനി നമുക്ക് പ്രോഗ്രാം ചെയ്യാം. കണക്ഷൻ ഫെയിൽഡ്, ഒന്നര കൊടുക്കാം. നമ്മൾ പ്രോഗ്രാം മാറ്റിക്കൊണ്ട് നമ്മൾ 2 പ്രാവശ്യം പ്രോഗ്രാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. MB ലാബിൽ മാത്രമേ ഇങ്ങനെ ഓപ്ഷൻസ് പല ഓപ്ഷൻ ആയിട്ട് കാണിക്കുള്ളൂ. ഇപ്പൊ HTML ഒക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്ഷൻ കാണിക്കത്തില്ല. ഒറ്റ പ്രൊജക്ട് മാത്രമേ അവിടെ കാണിക്കത്തുള്ളൂ. ഒറ്റ പ്രൊജക്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. വേറെ പ്രൊജക്ട് ആണെങ്കിൽ ഈ പ്രൊജക്റ്റിൽ നിന്ന് പോയി അടുത്ത പ്രൊജക്ട് എടുക്കണം. പ്രൊജക്ട് അവിടെ കാണിക്കൂല. ഇപ്പൊ വെരിഫൈ പ്രോഗ്രാമിംഗ് വെരിഫൈ കംപ്ലീറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും ലോജിക് അനലൈസറിന്റെ പേജ് എടുക്കാം. ഓക്കെ, ഞാൻ റീസെറ്റ് ബട്ടൺ ഞെക്കി പിടിച്ചേക്കാണ്. ഞാനിത് പ്ലേ ആക്കി, ഞാനൊന്ന് വിട്ടു. കണ്ടോ, ഇവിടെ ഡാറ്റ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇവിടെ കാണുന്നുണ്ടോ, ഇത് SPI ഡേറ്റയാണ്. അതായത് ഇത് CS ലൈൻ ആണ്. അതായത് ചാനൽ 2 എന്ന് എഴുതിയിരിക്കുന്നത് CS ആണ്. അതായത് ചിപ്പ് സെലക്ട് എന്ന് പറയുന്നത് നമ്മുടെ ഏത് ഡിവൈസിലേക്കാണോ ഡേറ്റ അയക്കാൻ പോകുന്നത്, ആ ഡേറ്റ അയക്കാൻ നേരത്തെ എന്ത് ചെയ്യണം, ചിപ്പ് സെലക്ട് CS പിന്നെ ലോ ആവണം. ഇവിടെ ലോ അയക്കുന്നുണ്ടോ, ലോ അയക്കുന്നത്. ലോ ആവുന്ന സമയത്ത് ക്ലോക്ക് വരും. ഇതാണ് ക്ലോക്ക്, SPI ക്ലോക്ക് എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇതാണ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ക്ലോക്ക് ലൈൻ എപ്പോഴും ഇങ്ങനെ കാണിക്കും കേട്ടോ. ഇതിനകത്ത് ഇത് കറക്റ്റ് ആണ് നിങ്ങൾ കോൺഫിഗർ ചെയ്തിരിക്കുന്നെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ SCL ലൈൻ ഇങ്ങനെ, SCL ലൈൻ ഇങ്ങനെ കാണിക്കും. ഓക്കെ, അതായത് ഇനി തൊട്ട് താഴെ മോസി നിൽക്കുന്നത് മാസ്റ്റർ ഔട്ട്പുട്ട് സീരിയൽ ഇൻപുട്ട് കണ്ടോ.
അത് ഔട്ട്പുട്ടാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 0x00 എന്ന് പറയുന്നത് ഡേറ്റ അയച്ചു. എനിക്ക് ഔട്ട്പുട്ട് അതായത് ഇങ്ങോട്ട് തിരിച്ച് ഡേറ്റ റിട്ടേൺ കിട്ടിയത് 0xFF ആണ്. അപ്പൊ രണ്ടാമത് ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാൽ 0x00 വീണ്ടും അയച്ചു. അപ്പൊ എന്താന്ന് വെച്ചാൽ എനിക്ക് FA എന്ന് പറയുന്ന അഡ്രസ്സാണ് ഡേറ്റയാണ് തിരിച്ചു വന്നത്, FA എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ഈ FA എന്ന് പറയുന്ന ഡേറ്റ കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ 0x00 അയച്ചത്. ആദ്യം അയച്ചപ്പോൾ വന്നില്ല. അത് മിക്കവാറും എന്തെങ്കിലും ഫ്രീക്വൻസിയുടെ പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ കോൺഫിഗർ ചെയ്തേക്കുന്നതിന്റെ പ്രശ്നം കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതാവാം. അപ്പൊ അത് ക്ലിയർ ചെയ്യാം. അപ്പൊ നിങ്ങളെ ഒന്ന് കാണിക്കാൻ, ESPയുടെ ഡേറ്റ ഒന്ന് കാണിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ MB ലാബിലും കൂടെ എടുത്തിട്ട് ഒന്ന് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അതായത് ഈ പ്രോഗ്രാം നിങ്ങൾ നോക്കിക്കേ. അതായത് ഇവിടം വരെയുള്ള പ്രോഗ്രാം നിങ്ങൾ നോക്കണ്ട, കാരണം അത് വേറെ നമ്മൾ ഇനിഷ്യലൈസിങ് ഫംഗ്ഷന് വേണ്ടി എഴുതിയേക്കുന്നതാണ്. SPI ഇനിഷ്യലൈസ് വേണ്ടി ചെയ്തേക്കുന്നതാണ്. ലോജിക് അനലൈസർ എടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ, RC2 എന്ന് പറഞ്ഞ പിന്നാണ് CS പിന്നായിട്ട് കണക്ട് ചെയ്തിരുന്നത്. അത് 1 ആണ് ഓൾറെഡി. അതൊരു 5 മില്ലി സെക്കൻഡ് ഡിലേ കഴിഞ്ഞിട്ട് RC2 എന്ന് പറഞ്ഞാൽ 0 ആക്കി. ഇത് കണ്ടോ 0 ആയിരിക്കുന്നത്, ഇതാണ് 0 ആക്കുന്നത്, ഈ റെഡ് കളറുള്ളത്. അത് 0 ആയി കഴിഞ്ഞപ്പോൾ ക്ലോക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന കേട്ടോ, ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ്. ദെൻ SSB ബഫിലേക്ക്, SSB1 ബഫിലേക്ക് 0x00 അയച്ചു. PIR ബിറ്റ്സ് SSB1 IFO ചെക്ക് ചെയ്തു. ദെൻ അത് കഴിഞ്ഞ ശേഷം വീണ്ടും അതായത് CS പിന്നെ 1 ആക്കി, പിന്നെയും CS2നെ 0 ആക്കി. അതാണ് ഈ രണ്ടാമത്. കണ്ടോ ഇവിടെ ഒരു, അതായത് ഇത് കണ്ടോ, ഇത് 1 ആക്കിയിട്ട് പിന്നെ 0 ആക്കിക്കുന്നുണ്ട്. അത് ആ ഒരു കറക്റ്റ് പോയിന്റ് വന്നേക്കുന്നുണ്ട്. ഇവിടെ മാത്രം ഹൈ അയക്കുന്നു. ആ ഒരു സെക്കൻഡിൽ ആ ഒരു എത്രയുണ്ട്, 83 നാനോ സെക്കൻഡ് എടുത്തിട്ടുള്ളൂ അത് ഹൈ ആയിട്ട് ലോ ആവാൻ വേണ്ടി കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും 0x00 എന്ന് പറഞ്ഞ ഡേറ്റ അയച്ചു കൊടുക്കാം. കണ്ടോ ഡേറ്റ അയച്ചേക്കാണ്. നമുക്ക് നേരെ ഈ അയച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കണ്ടോ, അതായത് ENC എന്ന് പറയുന്ന ആ ഒരു മോഡ്യൂള്, ENC28J60 എന്ന് പറയുന്ന മോഡ്യൂള്, എതർനെറ്റ് മോഡ്യൂള് നമുക്ക് അതിന്റെ ഒരു അഡ്രസ്സ്, അതായത് നമ്മളൊരു ഡേറ്റ അയച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് റിട്ടേൺ തരും. അപ്പൊ ആ റിട്ടേൺ തരുന്നതാണ് FA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. ഇത് ഇത്രയും എന്ന് പറഞ്ഞാൽ ഇപ്പൊ PWMO ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. 24 മെഗാഹെർട്സിലുള്ള എന്താ പറയാ ഒരു ഡേറ്റ വരെ നമുക്ക് ഇതിനകത്ത് റീഡ് ചെയ്യാൻ പറ്റും. വളരെ അടിപൊളിയാണ്. അതുപോലെ ഇവിടെ നമുക്ക് കണ്ടോ നമുക്ക് ടൈം സെറ്റ് ചെയ്ത് വെക്കാണ്. സ്റ്റോപ്പ് റെക്കോർഡിംഗ് ടൈം കണ്ടോ 60 സെക്കൻഡ് എന്ന് കൊടുത്തേക്കുന്നത്. ഇതുപോലെ ടൈം നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. എത്ര മില്ലി സെക്കൻഡ് നമുക്ക് കണ്ടോ, ഇത് ഓപ്ഷൻ കണ്ടോ 24 കണ്ടോ 2, നമുക്ക് ഓരോന്നും ഓപ്ഷൻ ഇട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് അത്യാവശ്യമായിട്ട് ഒരെണ്ണം വാങ്ങിക്കുക. എന്നിട്ട് നിങ്ങളുടെ നിങ്ങളുടെ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്ത് കാണുക, ഈ ഡേറ്റ കാണുക. ഇത് കാണുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടുന്നത്. ഇന്നതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് ഡേറ്റ പോണത്. അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.